ഹായ്. ഇന്ന് നമ്മുടെ സലൂണിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാവരും നല്ല മാച്ച് ആക്കിനല്ലേ സുധി? എടാ അച്ചുട്ടാ സ്മൈല് അച്ഛൻ നല്ല ക്യൂട്ടാക്കിനല്ലേ? ജാനുവ ക്യൂട്ടിന് കുറവ് ദേവട്ടാ അടിപൊളി. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതാ ശ്രുതിയാ പറഞ്ഞ ഈ കളർ മതി. ഓളാ സാരി എടുത്ത് പിന്നെ നമ്മളെ കൊണ്ടല്ലേ ഈ രീതിയിലേക്ക് വൈറ്റ് ആയിരുന്നു ഞാൻ എടുത്തത്. ലാസ്റ്റ് ഇവളെ കൊണ്ട് മാറ്റിച്ചതാ. ഇപ്പം ഇങ്ങനെയൊക്കെ കേട്ടാ. ഇപ്പം ഈ ഒരു കൊലത്തിലുണ്ടാ നമുക്ക് വിട്ടുവിടല്ലേ. അപ്പോൾ നമ്മളെ ഉദ്ഘാടനം 10:30 ഇപ്പം സമയം ഏതാണ്ട് 10:20 ആടെ എത്തുമ്പോഴത്തേക്ക് ടൈം കറക്റ്റ് ആവും. അപ്പോൾ ആടെ പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിടല സുധി. അപ്പോൾ നമ്മുടെ വണ്ടി വിട്ടേ. മക്കളിൽ ഇത് നല്ല സന്തോഷമാണ് കേട്ടോ. പുതിയ കുപ്പായിലിട്ടിട്ട് പോകുന്നില്ല അങ്ങോട്ടേക്ക്. പിന്നെ ഇത് രാഹുൽ കേട്ടോ, നമ്മളെ പുതിയ സ്റ്റാഫാണ്. അപ്പോൾ രാഹുലാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ സലൂണിലെടുക്കുക മൊത്തം ആൾക്കാർ തിങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും കുറച്ച് ലേറ്റായി, 10 മണിക്കാന്ന് പറഞ്ഞത്, പക്ഷേ സമയം 10:30 ആയിട്ടുണ്ട്. എന്തായാലും ആരും മൂഷിച്ചൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ആങ്കർ ആക്കിനെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കലും ഗെയിമെല്ലാം ആയിട്ട് അങ്ങനെ സമയം കൂടിയേട്ടാ. എന്താ ഓരോ ചോദ്യം ചോദിക്കലും ഉത്തരമില്ലാണ് പരിപാടി. കുട്ടികൾക്കെല്ലാം ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തേ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആകെ 1 കിലോമീറ്റർ കൊണ്ട് നമ്മളിതാ ഷോപ്പിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ പരിപാടിക്ക് കുറേ ആൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആള് വരാനുണ്ട്. 10 മണിക്കാ പറഞ്ഞത്, 10:30 ഞാനെ കുറിച്ച് ലേറ്റായി തോന്നുന്നു. സോറി എല്ലാവരോടും അതേ പറയാം. അപ്പോൾ നല്ലൊരു കൈയ്യടി ഒരു ബ്യൂട്ടിക്ക് വേണ്ടി. നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്നവരോടൊക്കെ കുറച്ചൊന്ന് സംസാരിച്ച. ഇനി അടുത്തത് ഉദ്ഘാടനമാണ്, റിബൺ കട്ടിങ്ങാണ്. അപ്പോൾ റിബൺ കട്ട് ചെയ്യുന്നുണ്ടല്ല, ശ്രുതിയും 2 പെമ്മക്കളാണ് റിബൺ കട്ട് ചെയ്യുന്നത്. വേറൊന്നല്ല, ഇത് ലേഡീസ് സലൂൺ ആയതുകൊണ്ട് ഞാനും മോനും റിബൺ കട്ടിൽ പങ്കെടുത്തില്ല. ലേഡീസിൻ്റെ സലൂണല്ലേ, അപ്പോൾ ലേഡീസ് തന്നെ റിബൺ കട്ട് ചെയ്തിട്ടെന്ന് ഞാൻ വിചാരിച്ചേട്ടാ. അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ് ഉള്ളിൽ കയറി ഇനി വിളക്ക് കത്തിക്കണം. ഈ വിളക്കും ശ്രുതിയും മക്കളും കൂടി കത്തിച്ചോന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ശ്രുതിക്ക് ഒരേ നിർബന്ധം വിളക്ക് വൈചോട്ടം കത്തിക്കണം. അങ്ങനെ ഫസ്റ്റ് തിരി ഞാൻ കൊളുത്തിയ, രണ്ടാമത്തത് ശ്രുതിയും മക്കളും തന്നെ കൊളുത്തിയ, മൂന്നാമത്തേണ്ടല്ല നമ്മളെ പ്രിയപ്പെട്ട നാണേച്ചിയാണ് കൊളുത്തുന്നത് കേട്ടാ. നാണേച്ചി നമ്മളെ കസ്റ്റമറാണ്, നമ്മളെ സ്വന്തം അമ്മമ്മേനെ പോലെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നൊരു നാണേച്ചിയാണ്. അപ്പം നാണേച്ചിയാണ് മൂന്നാമത്തെ തിരി കൊളുത്തിയത്. 4മത്തത് ശ്രുതിൻ്റെ അച്ഛനാണ് തിരി കൊളുത്തുന്നത്. പിന്നെ 5മത്തെ തിരി ശ്രുതിൻ്റെ അമ്മയും ആങ്ങളെയും കൂടി കൊളുത്തിയേട്ടാ. നമ്മളെ അച്ഛന് അസുഖമായതുകൊണ്ട് അമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ നമ്മളെ ഗസ്റ്റുകളൊക്കെ ഇതാ അകത്ത് വരുന്നുണ്ട്. നമ്മളെ കാണാൻ വന്നവരുണ്ട്, സെൽഫി എടുക്കാൻ വന്നവരുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. ഞാനാരും ഉണ്ടല്ലോ ഫോൺ വിളിച്ചൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല കേട്ടാ. വേറെ ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും വാട്സാപ്പിൽ പോസ്റ്റർ അയച്ചു കൊടുക്കുക. അങ്ങനെ എൻ്റെ പോസ്റ്റർ കണ്ട് ക്ഷണം സ്വീകരിച്ച് ഒരുപാട് സ്വന്തക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദിയാണെന്ന് പറയാനുള്ള. ഞാനേ ഉദ്ഘാടനത്തിന് കുറേ യൂട്യൂബർമാരെല്ലാം വിളിച്ചിനെ, കുറച്ചാളൊക്കെ വന്നു കേട്ടാ. ഇത് കൊമ്പൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം കേട്ടാ. പിന്നെ കുറേ കച്ചവടക്കാരും നാട്ടുകാരും ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാൻ വന്നിന്. പിന്നെ ഇവരെ കണ്ട, ഇവരാണ് നമ്മൾ ആദ്യത്തെ കസ്റ്റമറെ. ഇവരുടെ ഭാര്യ പ്രജിഷേൻ്റെ മുടിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറേ ലേറ്റായി കേട്ടാ. താഴെ കുറേ ആൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ നമ്മളെ സ്റ്റാഫെല്ലാം പറഞ്ഞ് നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ മുഴുവൻ സ്റ്റാഫ് കേട്ടോ. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്, നല്ല ട്രെയിൻഡ് സ്റ്റാഫാണ്. അപ്പോൾ അവരെപ്പോഴും നല്ലൊരു ഫോട്ടോ എടുത്ത്, പിന്നെ ഇത് ഇവിടെ ഒരു കിഡ്സ് ഏരിയ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. വന്ന കുട്ടികൾ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്താണ് കളി കേട്ടാ. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളെ മക്കളെ അധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല, കാരണം അവർ വേറെ ദൂരെ പോകില്ല, അവിടുന്ന് കളിക്കില്ല. സലൂണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങിയാൽ ഇതാ ഭയങ്കര നമ്മളെ നിർത്തി പൊരിച്ചേട്ടാ. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ആകെ കൺഫ്യൂഷനാക്കി. എന്നാലും കുഴപ്പമില്ല കേട്ടാ. പിന്നെ നമ്മളിതാ കുറച്ച് മത്സരങ്ങളൊക്കെ വെച്ചേ. അപ്പോൾ ഫസ്റ്റ് മത്സരം ലഡുതീറ്റ മത്സരമാണ്. അപ്പോൾ ശ്രുതിയാണ് അതിൻ്റെ അത് ജയിച്ചിട്ടുള്ളത് കേട്ടാ, ഞാൻ തോറ്റു. പിന്നെ ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട അമ്മ കേട്ടാ. അമ്മ ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടി ലേറ്റായിനെ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ അസുഖമായതുകൊണ്ട് അച്ഛനെ നോക്കി ആളെന്ന് വരാൻ വേണ്ടി ലേറ്റായി പോയിനെ. പിന്നെ സ്റ്റേജിലൊന്നും കയറി ശീലമില്ല, ഞാൻ വിടുക. അമ്മേനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി കുറേ സമയത്ത് അമ്മേനോടും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിച്ച് നമ്മളെ ആങ്കറെ കൊണ്ട് കേട്ടാ. നല്ലൊരു മോനാണ് അല്ലേ?
അമ്മക്ക് സ്റ്റേജിൽ കയറാനുണ്ടല്ല ഭയങ്കര ചമ്മലാന്ന് കേട്ടാ. പക്ഷെ കുറച്ച് സമയം സ്റ്റേജിൽ നിന്നിട്ടുണ്ടല്ല ആ ചമ്മലൊക്കെ അങ്ങ് മാറിയേ. പിന്നെ ഇതുണ്ടല്ല പ്രജിഷ, ഞാൻ നേരത്തെ പറഞ്ഞല്ല, പ്രജിഷേൻ്റെ മുടിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കട്ടിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഈ കട്ട് ചെയ്ത മുടി ഉണ്ടല്ല ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കണം എന്നാണ് പ്രജിഷേൻ്റെ ആഗ്രഹം. പ്രജിഷ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു നല്ല കാര്യത്തിൽ പങ്കാളിയാവാൻ നമുക്കും പറ്റിയല്ല. അപ്പം ഞാൻ പ്രജിഷയോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മുടെ സലൂണിൻ്റെ ആദ്യത്തെ കട്ടിങ് പ്രജിഷേൻ്റെ ആവണം, പ്രജിഷ രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ വന്ന് പ്രജിഷേനെ സ്റ്റേജിൽ കയറ്റി എല്ലാവരെയും പരിചയപ്പെടുത്തി കേട്ടാ. അതിനുശേഷമാണ് ഇതാ ഈ കട്ടിങ്. അങ്ങനെ നമ്മളെ സലൂണിൻ്റെ ആദ്യത്തെ കട്ടിങ് ഉണ്ടല്ല ഒരു നല്ല കാര്യത്തോടു കൂടി തുടങ്ങി കേട്ടാ. ഇനിയുണ്ടല്ല നമുക്ക് താഴെ കുറേ ഗെയിമും പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ഉണ്ടല്ല സ്കോട്ട് അടിയാണ്. അപ്പോൾ സ്കോട്ട് അടി ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ സ്കോട്ട് അടിച്ച് ജയിച്ചവർക്ക് സമ്മാനം നട്ടാ 1000 രൂപ ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ജോറായിട്ട് നടക്കുന്നുണ്ട് പരിപാടി. പിന്നെ നമ്മളെ ഷോപ്പിൽ എല്ലാ ദിവസവും സ്കോട്ട് അടി ഉണ്ട്. അത് നമ്മൾ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാട്ടാ. നമ്മളെ കസ്റ്റമർ വന്ന് സ്വർണ്ണം വാങ്ങിയിട്ട് സ്കോട്ട് അടിക്കുന്നു. 30 സ്കോട്ട് 40 സ്കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല 100 രൂപ നമ്മൾ ഷോപ്പിൽ നിന്ന് സമ്മാനം കൊടുക്കലുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയുടെ നടത്തുന്നത്. പക്ഷേ ഇവിടുത്തെ സമ്മാനം 1000 രൂപയാണ്. അപ്പോൾ സ്കോട്ട് അടിച്ച് ജയിച്ചിടല്ല, അതാ ഷബീറാണ് ജയിച്ചിട്ടില്ല കേട്ടോ. ഓൻ സ്ഥിരം ഫുട്ബോൾ കളിക്കുന്നുണ്ട്, സ്കോട്ട് അടിയൊന്നും വലിയ വിഷയമല്ലേ. അപ്പോൾ ഇത് ആദ്യത്തെ സമ്മാനം 1000 രൂപ ഷബീറിനാണ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അടുത്ത മത്സരം ഉണ്ടല്ലോ പുഷപ്പാണ്. ഏറ്റവും കൂടുതൽ പുഷപ്പ് അടിക്കുന്നവർക്കാണ് സമ്മാനം ഉള്ളത്. നമ്മളിതിലുണ്ടല്ല ആരോഗ്യത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഞാനിതൊക്കെ ചെയ്യല് കേട്ടോ. അപ്പോൾ പുഷപ്പടി മത്സരത്തിൽ ഇവറാന്ന് വിജയിച്ചേട്ടാ. ആൾ ജിമ്മനാന്ന് കേട്ടാ. അതുകൊണ്ട് പുഷപ്പൊന്നും വലിയ വിഷയമില്ല. അടുത്തത് ബലൂൺ ഫൈറ്റാന്ന് കേട്ടാ. ഇത് കുട്ടികളുടെ പരിപാടിയാണ് ആദ്യം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള. ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഇത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വലിയ ആളെ പരിപാടിയാണ്. നമ്മൾ അശ്വതി, ഷാനി, ശ്രീനിയാണ് പരിപാടിയിൽ മത്സരിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരത്തിലുണ്ടല്ല അശ്വതിയാണ് ജയിച്ചിട്ടില്ല കേട്ടാ. ഇനി അടുത്തതുണ്ടല്ല കരയൊക്കെ ഗാനമേളയാണ്. പാടാൻ അറിയുന്ന ആർക്കും പാടാം. ആദ്യം നമ്മളെ സലാംക്കെ പാടിയ. അതിനിടയിൽ ഇത് നമ്മളെ കേൽബ്രോ വന്നിട്ടുണ്ട്. കേൽബ്രോ യൂട്യൂബറാണ്, നമ്മളെ അടുത്ത സുഹൃത്താണ്. ന്യൂ ഇയറിന് ഒരുപാട് തിരക്കുണ്ടല്ല നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഓടി വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം കേട്ടാ. കേൽബ്രോ വലിയ യൂട്യൂബർ ആയാലുണ്ടല്ല ഇപ്പോൾ സാധാരണക്കാരെ പോലെയാണ്. ഇത് നോക്കിട്ടെ, ഈ രാകേഷ് ഉണ്ടല്ല, രാകേഷിൻ്റെ കൂടെ ഒരുമിച്ച് ബസ്സിൽ പണിയെടുത്ത ആളാണ് കേൽബ്രോ. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് ആ ബന്ധം അങ്ങനെ തന്നെ ഉണ്ട്. കേൽബ്രോ ശരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ യൂട്യൂബറാണ് കേട്ടാ. നമ്മളെ ചെറുകിട യൂട്യൂബേഴ്സിനെ ഞാൻ കുറേ വിളിച്ചു കേട്ടാ. പക്ഷെ അവരാരും വന്നിട്ടില്ല. പക്ഷെ വന്നത് കേൽബ്രോ ആണ്. അപ്പോൾ കേൽബ്രോയോട് പറഞ്ഞാൽ തീരാത്ത നന്ദി എന്തായാലും എനിക്കുണ്ട്. നമ്മൾ ഒരേ നാട്ടുകാരാണ്, പക്ഷേ എങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും തിരക്കാണല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് എല്ലാവരും നിർത്തി കുറേ ഫോട്ടോസും സെൽഫിയെല്ലാം എടുത്ത് കേട്ടാ. അങ്ങനെ നമ്മളെ സ്റ്റാഫിനും മുടിയുള്ളവർക്കെല്ലാം ഉണ്ടല്ല നല്ല സന്തോഷമായി കേൽബ്രോ വന്നതുകൊണ്ട്. പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വേറൊരു ഫേമസ് വ്ളോഗർ കൂടി വന്നു കേട്ടാ. ഇത് സജീഷ്, ഭാര്യ നിഖിന. വ്ളോഗ് ഫോർ യു എന്നാണല്ലോ ഇവരുടെ ചാനലിൻ്റെ പേര്. എല്ലാവർക്കും അറിയേ. സജീഷ് ചാനൽ തുടങ്ങും മുമ്പേ ഉള്ള ബന്ധമാണ് കേട്ടോ നമ്മൾ തമ്മിൽ. പണ്ട് മുതലേ നമ്മളെ ഷോപ്പിൽ നിന്ന് സ്വർണ്ണം വാങ്ങല് ഫാമിലി അടക്കം. ഇന്നും നമ്മളെ ഷോപ്പിൽ നിന്ന് സ്വർണ്ണം വാങ്ങുന്ന കേട്ടാ. ഇന്ന് സജീഷും വലിയൊരു യൂട്യൂബറാണ്. രാവിലെ തന്നെ ഒരു സലൂണിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് സജീഷിൻ്റെ എത്താൻ പറ്റിയത്. എന്തായാലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന സജീഷിനും ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. വന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി കുറേ ഫോട്ടോ എടുത്ത് പിന്നെ ഇതാ ഒരു സെൽഫി എടുത്ത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമുക്ക് അങ്ങനെ ഉദ്ഘാടന പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നമ്മളെ യാത്രയാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കൊരു പൂതി, ബൈജോട്ടാ എനിക്കൊരു വീഡിയോ ചെയ്യണം, ഇതാ എൻ്റെ ഷോപ്പെല്ലാം ഒന്ന് മറ്റുള്ളവരൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ക്യാമറയായി ശ്രുതിൻ്റെ ബാഗിൽ തന്നെ ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മളെ ഷോപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. കിഡ്സിനുള്ള കളിക്കാനുള്ളതുണ്ട്, പിന്നെ നെയിൽ ആർട്ട് അങ്ങനെ സംഗതിയുണ്ട്, കൊറിയൻ ബെഡ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു സലൂണിൽ വേണ്ടുന്ന എല്ലാ സംഗതികളും നമ്മളെ സലൂണിലുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ സലൂൺ കാണാൻ വന്നവർക്കുണ്ടല്ല നല്ല സന്തോഷമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്നോട് പറഞ്ഞു, ബൈജു നീ എന്തിനാ ഈ കമ്പനി തുടങ്ങിന്, ഇതേ സെറ്റപ്പിൽ നിനക്ക് കണ്ണൂർ തുടങ്ങിക്കൂടായിരുന്നു? അതല്ല ഏറ്റവും നല്ലതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് നമ്മളെ വീട് നമ്മളെ ജ്വല്ലറി എല്ലാം ഇവിടെ കമ്പലാണല്ല. എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് നല്ലതാണ് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഉണ്ടല്ല എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂർ നമ്മളൊരു സലൂൺ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ദിവസം നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ്. എല്ലാവരും അങ്ങോട്ടും വരണം എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്തായാലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സലൂണിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.